നമസ്കാരം ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സൗത്ത് കൊറിയയിൽ നിന്നുള്ള സിനിമയാണ്. ഒരുപാട് പ്രേക്ഷകർ ഞാൻ സൗത്ത് കൊറിയൻ സിനിമകൾ മാത്രം പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് വിമർശിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഹോളിവുഡ് സിനിമകളും പരിചയപ്പെടുത്താൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും സൗത്ത് കൊറിയൻ സിനിമകൾ പരിചയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2012 സൗത്ത് കൊറിയൻ ഭാഷയിൽ പുറത്തിറങ്ങിയിട്ടുള്ള കൺഫെഷൻ ഓഫ് മേർഡർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ മലയാളം സബ്ടൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ മലയാളം സബ്ടൈറ്റിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം വിസിറ്റ് ചെയ്യുക. ടെലഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അതിൽ കയറി നിങ്ങൾക്ക് അതിൻ്റെ മലയാളം സബ്ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടാണ് ഈ സിനിമയുടെ കഥ കടന്നു പോകുന്നത്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരേ ലൊക്കേഷനിലാണ് വരുന്നതെങ്കിലും ഓരോ നിമിഷവും നമ്മുടെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ കഥ പറഞ്ഞു പോകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പോലും നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഒരു ബോറടിക്കുന്ന അനുഭവം ഉണ്ടാവില്ല. എന്ത് സംഭവിക്കും, ആരാണ് കൊലപാതകി എന്നുള്ള ഒരു ചോദ്യമായിട്ട് നമ്മളെപ്പോഴും ആ സിനിമയിൽ തന്നെ മുഴുകിയിരിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ് കൺഫെഷൻ ഓഫ് മേർഡർ എന്നുള്ള സിനിമ. സിനിമയുടെ ഒരു കഥാപശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുൻപേ നടന്നിട്ടുള്ള ഒരു സീരിയൽ കൊലപാതകത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് കൺഫെഷൻ ഓഫ് മേർഡർ. അതായത് 15 വർഷങ്ങൾക്ക് മുൻപേ ഒരു 11ഓളം സ്ത്രീകളെ ഒരു കൊലപാതകി കൊലപ്പെടുത്തുകയും അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷം ഇയാൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇയാൾ വളരെയധികം പബ്ലിസിറ്റി നേടുന്നതാണ് സിനിമയുടെ ഒരു കഥാതന്തു. ഇതിനകത്ത് ഒരു പോലീസുകാരൻ ഇരയായിട്ടുണ്ട്. കാരണം പോലീസുകാരൻ ഈ കൊലപാതകയെ പിടിക്കാൻ എത്തുകയും അയാളുടെ തൊട്ടടുത്തെത്തുകയും ഇയാളും അയാളും തമ്മിൽ ഒരു അടിപിടി നടക്കുന്ന സമയത്ത് ഈ പോലീസുകാരൻ്റെ മുഖത്ത് അയാൾ കത്തികൊണ്ട് വരഞ്ഞ ശേഷം അയാൾ ഓടി രക്ഷപ്പെടുന്നു. ഈ പോലീസുകാരന് ഈ കൊലപാതകയോട് അത്രയധികം ദേഷ്യമുണ്ട്. കാരണം ഇയാൾക്ക് വേറൊരു കഥ കൂടെ അതിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട്. പക്ഷെ അത് അവസാനത്തെ ടൈലൻഡിൽ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ പോലീസുകാരനും അതുപോലെ തന്നെ ഈ കൊലപാതകയും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന് കൂടെ കഥയാണ് കൺഫെഷൻ ഓഫ് മേർഡർ. എങ്ങനെയാണ് ഈ കൊല നടന്നിട്ടുള്ളത്, ആരാണ് സത്യത്തിൽ കൊല നടത്തിയിട്ടുള്ളത്, വർഷങ്ങൾക്ക് ശേഷം ഇയാൾ എന്തിനിങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഈ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറേ ഇൻഫർമേഷൻ ഈ സിനിമ നൽകുന്നതായിരിക്കും. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് കടന്നു പോകുന്ന കഥാമുഹൂർത്തങ്ങളാണ് സിനിമയ്ക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ.